ആരംഭിക്കാം. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഇവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഞാൻ ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കമ്പനിയിലെ ഫാക്ടറിയിലെ എല്ലാ സ്റ്റാഫിനെയും ഹൃദയപൂർവ്വം ഞാൻ ഈ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. 80ഓളം ഔട്ട്ലെറ്റുകൾ നമ്മുടെ ലേഹം അവൈലബിൾ ആണ്. ഇന്നലെ നമുക്ക് കാസർഗോഡ്, വടകര ഭാഗത്തേക്കൊക്കെ ഓർഡർ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഈ പരസ്യങ്ങളും മറ്റും വളരെ വ്യാപകമായി നടത്താൻ സാധിക്കുകയും മാത്രമല്ല അതിൻ്റെ റിസൾട്ടാണ് ഏറ്റവും നമുക്ക് ഉള്ളത്. കാരണം പരസ്യം കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതൊക്കെ ഒരു പ്രാവശ്യം മാത്രം ആളുകൾ വാങ്ങും, പിന്നീട് അവർ പറയും ആ പൈസ പോയി, അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. തീർച്ചയായും നമുക്ക് ഇതുവരെ ഒരിക്കലും നല്ല ഫീഡ്ബാക്ക് അല്ലാതെ അത് കഴിച്ചിട്ട് പലരും പല എഫക്റ്റുകളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെന്താണോ മോഡിഫൈഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്. അതിന് പുറമേയുള്ള ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയെന്നുള്ളത് അതിൻ്റെ ഒരു പ്ലസ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. നാട്ടിൽ വന്നിട്ടുള്ളത് അതുവരെ വൈദ്യരുണ്ടാവും. നമ്മൾ പല ആളുകളും ചെന്ന് അവരുടെ രോഗങ്ങൾ പറയും, മരുന്ന് എഴുതി കൊടുക്കും. വൈദ്യൻ ജീവിക്കുന്നത് മരുന്ന് എന്തെങ്കിലും പൈസ കൊണ്ടല്ല, അദ്ദേഹത്തിന് ജീവിക്കാൻ വേറെ മാർഗം വേണം. കൃഷി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ മറ്റു വരുമാനം കൃഷി എന്നായിരിക്കും, അത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ. പിന്നീട് കാലക്രമേണയാണ് നമുക്കതൊരു സിസ്റ്റം വന്നത്, ചികിത്സ എന്നുള്ളതൊരു രീതിയിൽ അതൊരു വരുമാന മാർഗം അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ അതൊക്കെ മാറി ഓൺലൈനായി അതിൽ വിത്തൗട്ട് പെയിൻ പ്രിസ്ക്രിപ്ഷൻ തുടങ്ങി അതിൽ പുതിയ പുതിയ കാലഘട്ടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് മാറ്റാണ് ഈ കാലഘട്ടത്തിൽ നടന്നത്? അന്നുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഒരു നാട്ടിലൊരു വൈദ്യരുണ്ടാവും, റയറായിരിക്കും. അപ്പം നമ്മൾ അന്നീ സമയത്ത് മേലാറ്റൂർ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, വണ്ടൂര്, ഈ കൊണ്ടോട്ടിലെ ഈ ഭാഗം, ഈ ഏരിയയിലൊക്കെ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളെ ഏരിയയിലൊക്കെ വരും. കാരണം അന്ന് വൈദ്യന്മാർ കുറവാണ്. മഞ്ചേരി കൊണ്ടുവരേണ്ട വൈദ്യന്മാരുണ്ട്, നെല്ലിക്കുട്ടി പഴയ വൈദ്യരുണ്ട്, അങ്ങനെ അരീക്കോട് ഇനിമുട്ടി വൈദ്യർ കുറച്ച് വൈദ്യന്മാരുള്ള സമയത്ത് മറ്റൊരു കുറെ ഗുളിക എഴുതുന്നു. എന്താണ് ആയുർവേദം എന്നുള്ളത് നമുക്ക് നിങ്ങളെ കുറ്റം കൊണ്ടല്ല, കാരണം നിങ്ങൾ മറ്റൊരു ഫീൽഡിൽ നിന്ന് വന്ന ആളുകൾ. ഞാൻ 5ാം വയസ്സിൽ വൈദ്യരായിട്ടാണ് സ്കൂളിൽ ചേർക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഒരു ഗഫൂർ മാഷ് വൈദ്യ റസാക്ക് നന്ന പേരിട്ടും. പിന്നെ സ്കൂളിൽ ഈ ആയുർവേദത്തിൽ പോണവേ വൈദ്യര്, ആയുർവേദം പഠിച്ചപ്പോൾ ഡോക്ടറായി, ഇപ്പോഴും ഫ്രണ്ട്സ് വൈദ്യരും തന്നെ വിളിക്കുള്ളൂ. അന്ന് ഒന്നെന്ന് പേരിട്ടതാണ്. അതേപോലെ മരിച്ചുപോയി, പാണ്ടിക്കാടുള്ളൊരു മാഷാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ ബൈ ചോയ്സ് അല്ല, നമ്മൾ അതിൽ തന്നെ ആയുർവേദത്തിൽ വളർത്തുന്നതോട് അതങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ, എത്തിങ്ങാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 6-7 ആകുമ്പോൾ ലേഹത്തിന് മണം വരും. അന്ന് ഏതാ ദിവസം ലേഹം വരകൾ ആഴ്ചയിൽ ഒരു ദിവസം 50 തോന്നുന്നുണ്ട്. ലേഹത്തിന് മണം സ്കൂളിൽ മൊത്തം വരും. അപ്പം ഇങ്ങനെ നോക്കും കുട്ടികളൊക്കെ പോകും, നമ്മളെ മൊത്തത്തിൽ ഭയങ്കര ചമ്മലായിരിക്കും. പിന്നെ അവിടെ റസാഖിൻ്റെ വീട്ടിൽ 5 മാസം വരെ ജീവിതത്തോന്നായി നമുക്ക് അതൊക്കെ ഭയങ്കര ചമ്മലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ തട്ടിപ്പൊട്ടി നമ്മളെല്ലാം ആയുർ ഡോക്ടറായിരിക്കും. പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. പല മാഷന്മാരിപ്പോഴും പറയാൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ആർട്ടിസ്റ്റ് ടീം ഇവിടെ ഉണ്ട്, നമ്മൾ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഈ ഒരു കാലത്ത് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചികിത്സിക്കുന്ന കാലത്ത് ഈ ഒരു എന്താ പറയുക കുറവായിരിക്കും, ചികിത്സകർ കുറവാണ്. അപ്പോൾ നമുക്ക് നാനാ ഭാഗത്തും നമ്മുടെ മഞ്ചേരിയുടെ ഇങ്ങോട്ട് വരും. ഉദാഹരണം നമ്മളൊരു മീറ്റിംഗ് എല്ലാം കൊടുക്കട്ടെ, കാരണം നമ്മളൊന്നും ചോദിക്കില്ല. ചെറിയൊരു കേടുണ്ടെങ്കിലും വൃത്തിയില്ലെങ്കിലും നമ്മളത് വേഗം വാങ്ങിച്ചു പോകും. രണ്ടാമത്തെ ഒരു കാറ്റഗറി, ഒരു കടയിൽ പോകുമ്പോൾ ഒരു കൊട്ട നിറച്ച് തക്കാളി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് 1 കിലോ വാങ്ങണമെങ്കിൽ നിങ്ങളതിൽ കഴിഞ്ഞിട്ട് നോക്കി അയാളോട് പറയും ഇത്ര പൈസയോ ഇത്ര അധികമാണെന്ന് ബാർഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അതുകൊണ്ട് അവൈലബിലിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചികിത്സക്ക് ഒരു മനോല്ല. നമ്മൾ ആലോചിച്ച് നോക്കും, യുനാനി ഉണ്ട്, ആയുർവേദം ഉണ്ട്, അലോപ്പതിക്ക് ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ചികിത്സകൾ നിറഞ്ഞിരിക്കുകയാണ്. അതിന് പുറമെ യൂട്യൂബ് വൈദ്യന്മാരെ കൊണ്ടൊരു തല്ലാണ്. ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് മഞ്ചട്ടി അങ്ങോട്ട് അരച്ച് തേക്കാൻ വന്നിട്ടുണ്ടാകും. മറ്റോ പിറ്റേന്ന് പറയുന്നത് ആവണക്കണ്ണിയാന്ന് പറയും. ഒരാൾ നമുക്ക് അനുഭവം പെൺകുട്ടി വീണു, വാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നു. അപ്പോൾ അവർ യൂട്യൂബ് നോക്കി, നമ്മൾ സാധാരണ ഡോക്ടറെ കാണിക്കോട്ടെ, അവർ നേരെ യൂട്യൂബിലിട്ട് വാലിന് പൊട്ടി. ആദ്യം ഡോക്ടർ അലോപ്പതി ഡോക്ടർ വാലിന് ഫ്രാക്ചറാണ്, ചികിത്സയൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി. ഉടനെ ചികിത്സ ഇല്ല, നമുക്ക് ഒരു മരുന്ന് വേണമെന്നുള്ളത് ആളുകളുടെ കൺസെപ്റ്റാണ്. എന്തെങ്കിലും ഒരു കവർ
ഇവരെന്ത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ചങ്ങലന്മാരുടെ എല്ലും കൂടെ അത്യുത്തമം എന്ന് പറഞ്ഞ ഏതോ ഒരു നന്നായി വലിയ വയൽ പറഞ്ഞിട്ടുണ്ട്. ഉടനെ ചങ്ങലന്മാരുടെ വാങ്ങിയത് ഇവിടെ മഞ്ചേരി തന്നെയാണ് തോന്നുന്നത്. ചങ്ങലന്മാരുടെ വാങ്ങിയിട്ട് അരച്ചിട്ട് 1/2 ഗ്ലാസ് കുടിച്ചു. ഈ കുട്ടി 17 വയസ്സുള്ള പെൺകുട്ടിയാണ്, പൂർണിമാന്റെ പേര്, എത്ര അറിയാൻ പറ്റില്ല. കുടിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ വലിയപ്പോൾ നല്ലോണം തടവി കൊടുത്തിട്ടേ മാറിക്കോട്ടെ എന്നിട്ട് നന്നായിട്ടാണ് കുടിപ്പിച്ചു. കുടിച്ച മുതൽ വായ മുതൽ അന്നനാളം വരെ മൊത്തത്തിൽ പൊടിപ്പോയി. പിന്നെ ഒരു ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിൻ്റെ പിന്നെ അലോപ്പതി ഡോക്ടർക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവർ ചികിത്സിച്ചത് ആയുർവേദ മരുന്നാണ്, അതുപോലെ സ്വന്തം ചികിത്സക്കാണ്. നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ അടുത്ത് വന്ന് നോക്കിയില്ലെങ്കിൽ വായ മൊത്തം അങ്ങനെ ചവന്ന് ഒരു വെള്ളം ഇറക്കാൻ വായന്ന് വെള്ളം എടുക്കാറ് അത്ഭുത കുട്ടി. അപ്പോൾ പിന്നെ നമ്മളെ ശിഷ്യന്മാർ മുമ്പിൽ അപ്പോൾ 10 ശിഷ്യന്മാർ ആശ്രമം ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു പുതിയ ആൾ അവിടേക്ക് വന്നു. അയാളെ ശിഷ്യത്വം സ്വീകരിച്ച് അയാൾ ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. ഈ വരുന്ന ആൾക്കാണെങ്കിൽ ഇവിടെ ഒരു സുഖമില്ല, അയാൾ ഡിസ്റ്റർബൻസ്, ശരിക്കും ഇയാൾ പറഞ്ഞത് കേൾക്കുന്നില്ല, ഉറങ്ങുന്നില്ല, അങ്ങനെ പ്രയാസം. അപ്പോൾ ഈ സന്യാസി മെയിൻ ആളെ വിളിച്ചിട്ടില്ല, എന്താ പ്രശ്നം, എന്താ അങ്ങനെ കണ്ട എരിവിരികൾ എന്താ പ്രശ്നം. ഇവിടുത്തെ എല്ലാവരും എന്നെ കുറ്റം പറയാണ്, എങ്ങനെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇപ്പോൾ ഒരു സ്വസ്ഥത തരുന്നില്ല, എന്താ പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പോൾ സംഗതി ഉപ്പർക്ക് മനസ്സിലായി. അപ്പോൾ ഉപ്പരോട് പറയും, നീ ഒരു കാര്യം ചെയ്യാം, ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം കൊടുക്കും, എന്നിട്ട് ആ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് ഗ്ലാസ്സിലിരിക്കാൻ പറയും, അതിനൊരു തുള്ളി പുറത്തു പോകരുത്. രാവിലെ ഗ്ലാസ് വെള്ളം അടിച്ചപ്പോഴേക്കും എന്തോ പഠിച്ച് ഒരു ഗ്ലാസ് വെള്ളം പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു, ഇപ്പം നിന്നെ ആരെയും കുറ്റം പറയുന്നില്ല? ആരും കുറ്റം പറയുന്നില്ല കേട്ടോ, എല്ലാവരും നല്ല ആൾക്കാർ. കുറ്റം പറഞ്ഞതല്ലായിരുന്നു, അവർ കുറ്റം പറയുന്നുണ്ട്. ഈ ചങ്ങായി ഗ്ലാസ്സിൽ വെള്ളം തുളുമ്പുന്നുണ്ടോ നോക്കി ഇരിക്കുമ്പോൾ ഈ കുറ്റം ഒന്നും ഇവർ കേൾക്കണില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളൊരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾക്ക് പണി അവിടെ എന്താണോ ആ ജോലി നമ്മൾ എടുക്കുക. അവിടെ പരമതങ്ങനെ പറഞ്ഞങ്ങനെ പോയിക്കോളും. അതിനെ അഡ്രസ്സ് ചെയ്യാനോ അത് ഫോക്കസ് ചെയ്യാനോ പോയാൽ ഇവിടുത്തെ കാര്യം പോക്കാവും. അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അതിന് വേറെ പേരുണ്ട്, മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. എൻ്റെ പേരാണോ പേരിക്കാറുണ്ട്. മൈൻഡ്ഫുൾനെസ് ആണ് അവിടെ നിൽക്കുമ്പോൾ എവിടെയാണോ അവിടെ നമുക്ക് മൈൻഡ് പ്രസന്റ് ആവുക. ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരം ഒരു പ്രശ്നമാണ് ലേബിൾ കിട്ടിക്കുക, ലേബിൾ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നവാസിന് ഇറക്കി, അവിടെ നവാസോടെ അപ്പോൾ പിന്നെ എൻ്റെ ദിവസം കാണിച്ചു കൊടുക്കണം. നമ്മളെ പുതിയ എന്താ പറയുക പാക്കിംഗ് സെക്ഷൻ്റെ ഹെഡാണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ആളാണ്. അപ്പോൾ ഇനി നമുക്ക് ആ പാക്കിങ്ങിൽ ഒരു പ്രശ്നം വരും. നവാസിന് എല്ലാവരും കയ്യടി കൊടുക്കുക. അപ്പോൾ ഈ നിങ്ങൾ എന്ത് ഫാക്ടറിയിൽ നിങ്ങൾ നല്ല സയ്യർ പറഞ്ഞ പോലെ അതിൽ നെല്ലിക്കുണ്ട്, ശർക്കര ഉണ്ട്, തേനുണ്ട്, പാലുണ്ട്, മസാലൊക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് ഇത് കാണുമ്പോൾ അതിൻ്റെ വക്ക് ഒലിച്ചിരിക്കാൻ പാടില്ല, ലാബിൽ വൃത്തിക്ക് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര അറിവൊക്കെ കഴിവൊക്കെ ഉണ്ട്, അയാളൊരു ചീഞ്ഞ ഡ്രസ്സിട്ട് നടന്ന ആരെങ്കിലും പരിഗണിക്കും. ഞാൻ ഭയങ്കര കാര്യമില്ല. നമ്മളെ അപ്പിയറൻസ് പറയും, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു ആളുകളുടെ പെരുമാറ്റം, നമ്മളെ ലുക്ക്, ഇതൊക്കെ പെർഫെക്റ്റ് ആവാമെന്നുള്ള തെറ്റും വേണം. അതുപോലെ നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങളതിൽ എന്ത് മരുന്ന് കുട്ടികൾ ചേർത്തിട്ടും കാര്യമില്ല, ആളുകൾ കാണുമ്പോൾ അതിന് പെർഫെക്ഷൻ കാണും. അത് ഫാക്ടറി ടീമിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിരന്തരം ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ ഡയറക്ടേഴ്സിന് ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ അശ്രദ്ധ കുറവുകൊണ്ടാണ്, അതിൽ മരുന്നിൻ്റെ ഗുണം കൊണ്ടല്ല, അതിൻ്റെ അപ്പിയറൻസ്. അപ്പം നിങ്ങൾ എന്താണ് അപ്പം നിങ്ങൾ ആലോചിക്കും, അത് മറ്റേ രാജൻ നിറച്ചതാണ്, മറ്റേ ചന്ദ്രൻ ഒട്ടിച്ചതാണ്, കുമാരൻ എടുത്തതാണ്, അതല്ലേ പറയുന്നത്. നിങ്ങളൊക്കെ കൂടി ഒരു ടീം, അതിനാണ് ടീം എന്ന് പറഞ്ഞാൽ ടുഗദർ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. ഞാൻ PR ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയിച്ചേ. ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ സൽക്കാരൊക്കെ ഉണ്ടാകും പോയിട്ട്, അപ്പം അങ്ങനെ സൽക്കാരം എവിടെയെങ്കിലും ഒരു അമ്മായിൻ്റെ മകളെ കണ്ടിച്ചാൽ സൽക്കാരം നടത്തും. പിന്നെ അന്ന് വീട്ടിൽ കുങ്കിലാണ്, ബിരിയാണി ചെമ്പിൻ്റെ അടുത്ത് 2 ആൾ നിൽക്കണം, മേശനോടത്ത് 2 ആൾ നിൽക്കണം, അപ്പോൾ നസീറൊക്കെ പറയുന്നുണ്ടാവും. പിന്നെ ആകെ പ്രശ്നം വാപ്പ തല ഏറ്റിട്ടാലും പിന്നെ അത് പെർഫെക്റ്റിൻ്റെ ആളാണ്. അതിൽ പിന്നെ അന്ന് അവിടെ കച്ചറായിരുന്നു. പരിപാടി പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരു 8-10 മക്കളും പേരക്കുട്ടികളും 10-20 ഇവരെ കൂടി മാനേജ് ചെയ്യാൻ വീട്ടിലത്തെ പെണ്ണുങ്ങളില്ല. അപ്പോൾ നമ്മളെ HR PR വിളിക്കും. 30 കുട്ടികൾക്ക് കൂടി കൊണ്ടിട്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് പരിപാടി സമയത്ത് എല്ലാം കൊടുക്കണം, പരിപാടി സ്മൂത്തായി നടക്കും. അത് അത്ര ചെറുപ്പത്തിൽ ഇവരന്ന് 7-8 പഠിക്കായിരിക്കാം. അത് വളർന്ന് ഇപ്പം നമ്മളെ ഹോസ്പിറ്റൽ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫാക്ടറി സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഞങ്ങളെ ഇടയിലുള്ള മൊത്തം ഒരു കമ്മ്യൂണിക്കേറ്റർ അദ്ദേഹമാണ്. ഈവൻ ഉമ്മക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആദ്യം തന്നെ ഒരു നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മളെ ചെറിയ അളിയനാണ്. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ വൈദ്യരാജ്യം മാറ്റിയെടുത്തൊരു അളിയനാണ്.
ബേസിക്കലി ബസ് മുതലാളിയായിരുന്നു, പിന്നെ കർഷകനാണ്, ഇപ്പോൾ പാർട്ടിൻ്റെ ഏതാ പൊസിഷൻ എനിക്കറിയില്ല, പാർട്ടിൻ്റെ നേതാവാണ്, പൊതുപ്രവർത്തകനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഈ ചാരിയാല് മുല്ലപ്പൂ ചാരിയാൽ മുല്ലപ്പൂ മണക്കുന്നതാണ് പോലെ ചാനൽ ഞാൻ പറയുന്നില്ല, മുല്ലപ്പൂവേ ചാരിയിട്ടുള്ളൂ. അതുകൊണ്ട് വൈദ്യന്മാരുടെ കൂടെ മുമ്പിൽ വൈദ്യരായി മാറി ഇപ്പോൾ ഒരുപാട് ചികിത്സക്കാരാണ്. കുഴപ്പമില്ല. വലിയ കൈയടി, 2 1 2